MS ലിഷോയ് ചേരുന്നുണ്ട്. ലിഷോയ്, ഇപ്പോൾ നൽകുന്ന ദൃശ്യങ്ങൾ അത് എവിടെ നിന്നാണ്? അവിടെ ഗതാഗതം തടസ്സപ്പെടുന്നു. ജില്ലയിലെ മഴയുടെ തോതെങ്ങനെ, പൊതുവെയുള്ള സ്ഥിതി? വളരെ ചുരുങ്ങിയ സമയത്ത് വളരെ വലിയ മഴ, വലിയ അളവിൽ മഴ പെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രശ്നം ഉണ്ടാക്കുന്നത്. കാരണം ആ ഒരു സമയത്ത് വെള്ളം ഒഴുകിപ്പോകാൻ കഴിയാത്ത സ്ഥിതി. ഈ സമയത്താണ് വെള്ളക്കെട്ട് ഉണ്ടാകുന്നത്. വീടുകളിലേക്കും അതുപോലെ തന്നെ നഗരത്തിന്റെ ഭൂരിഭാഗം റോഡുകളിലും ഈ വെള്ളക്കെട്ട് രൂപപ്പെട്ട് ഗതാഗത സ്തംഭനം ഉണ്ടായിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെള്ളക്കെട്ട്, അല്ലെങ്കിൽ ഏറ്റവും അധികം വെള്ളക്കെട്ട്, അല്ലെങ്കിൽ ഏറ്റവും ആദ്യം വെള്ളക്കെട്ട് ഉണ്ടാകുന്നത് തൃശ്ശൂർ ഇക്കണ്ടവാര്യർ റോഡിലാണ്. ഇക്കണ്ടവാര്യർ റോഡിൽ വെള്ളം ഒഴുകിപ്പോകാൻ സ്ഥലമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ റോഡിനേക്കാൾ ഉയരത്തിലാണ് കാന നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ കാനയിലൂടെ വെള്ളം ഒഴുകി പോകുന്നില്ല. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ഇത്തരത്തിൽ തൃശ്ശൂരിന്റെ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ട് ഉണ്ടാകുന്നു. കൂടാതെ തൃശ്ശൂർ സ്വരാജ് റൗണ്ടിനോടടുത്ത് തന്നെ ഉള്ള മറ്റ് ഇടങ്ങളിലെല്ലാം തന്നെ, അതായത് വടക്കേ ബസ് സ്റ്റാൻഡ് പരിസരം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെല്ലാം തന്നെ ശക്തമായ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. ഈ മേഖലയിലൊന്നും തന്നെ കാന ശുചീകരണം ഒന്നും കാര്യക്ഷമമല്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. എല്ലാ മഴയ്ക്കും ഇത്തരത്തിൽ വെള്ളം കയറുന്നു എന്നുള്ളത്. മഴ നിന്നു കഴിഞ്ഞാൽ അധികം വൈകാതെ തന്നെ വെള്ളം ഇറങ്ങുന്നു എന്നുള്ളതും മറ്റൊരു കാര്യമാണ്. പക്ഷേ മഴ പെയ്യുന്ന സമയത്ത് ഈ വെള്ളം ഒഴുകിപ്പോകാനായി സംവിധാനം ഇല്ല എന്നുള്ളതാണ് തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം. ഭൂരിഭാഗം റോഡുകളും സ്തംഭിച്ചിരിക്കുകയാണ്. ഗതാഗത തടസ്സം, അതുപോലെ തന്നെ പല വാഹനങ്ങളും കേടുപാട് സംഭവിച്ചു. കാരണം വെള്ളം കയറിയും മറ്റും അപ്രതീക്ഷിതമായി ഉണ്ടായ വെള്ളം കയറിയ അതുകൊണ്ട് തന്നെ ഈ ഭാഗങ്ങളിലുള്ള വാഹനങ്ങൾ, നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾ ഉൾപ്പെടെ വെള്ളം കയറി തകരാറിലാകുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. തൃശ്ശൂർ വടക്കേച്ചിറ ഭാഗത്ത് ഈ ഫ്ലാറ്റുകളുടെ ഉള്ളിലേക്ക്, അതായത് മൊത്തത്തിൽ ബ്ലോക്കായി കിടക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ ഇവിടുത്തെ അവസ്ഥ, ഇപ്പൊ അവിടുത്തെ ഒരു വണ്ടികൾക്ക് അങ്ങോട്ട് പോവാതെ അത്രയും ഭയാനകമായിട്ടുള്ള അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഇന്ന് കാലത്ത് തുടങ്ങിയ മഴയാണ് ഇങ്ങനെ കാണുന്നത്. ഇതിപ്പോ എവിടെ പോയി അവസാനിക്കുന്ന അറിയില്ല. ആരെതിനൊരു തീർപ്പുണ്ടാക്കുക, തീരുമാനം ഉണ്ടാക്കുക. ഇനി ഈ മഴക്കാലത്ത് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് തോന്നുന്നില്ല. യുദ്ധകാലാടിസ്ഥാനത്തിൽ പറഞ്ഞ സംവിധാനം പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുള്ളത്. യുദ്ധകാലാടിസ്ഥാനത്തിൽ ചെയ്യാൻ ഇപ്പൊ പറയുമ്പോൾ ഇതിന് മുന്നേ വരെ എവിടെയായിരുന്നു? ഇത്രയും വലിയ മഴയത്ത് എന്തെല്ലാം അപകടങ്ങൾ ജനങ്ങൾ ഇനി ഇതിനെ ഫേസ് ചെയ്യേണ്ടി വരും. ഇതിനൊന്നും ഒരു മറുപടി പറയാനായിട്ട് ആരുമില്ല. എന്താന്നുള്ളത് ആർക്കൊന്നും പറയാനില്ല. നമ്മുടെ കട ഈ ഭാഗത്താണ്, ശക്തന്റെ ഭാഗത്താ. ഇപ്പൊ ഇതുവരെ വെള്ളം അങ്ങോട്ട് പതുക്കെ ഒലിച്ചു തുടങ്ങി മാർക്കറ്റിന്റെ അകത്തേക്ക്. അതും ഇനി വല്ലാത്തൊരു ബുദ്ധിമുട്ടിലേക്കാണ് പോകാൻ പോകുന്നത്. ഇപ്പോൾ കടകളിൽ മൊത്തം വെള്ളം കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര രൂപയുടെ നഷ്ടം വരും ഇപ്പോൾ ഇവിടെ? ഇതൊന്നും ആർക്കും മറുപടി പറയാനില്ല, ഒന്നുമില്ല. എല്ലാവരും വലിയ വലിയ രാഷ്ട്രീയങ്ങൾ പറയാനും വലിയ വലിയ കാര്യങ്ങളായിട്ട് ഇപ്പോൾ ഭരണ സംവിധാനങ്ങൾ നിൽക്കുന്നു. ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യങ്ങളിലേക്കും നല്ല നല്ല കാര്യങ്ങൾക്ക്, ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യങ്ങൾക്ക് ഒരു തീർപ്പുണ്ടാക്കാനായിട്ട് നമുക്ക് തോന്നുന്നില്ല എന്തത് അവിടെ പോയി അവസാനിക്കുന്നുള്ളത്. മഴ കാലത്ത് പിടിച്ചാണ്. ഇപ്പൊ കുറച്ചു നേരമായിട്ടില്ലല്ലോ, ഒരു മാക്സിമം 2-3 മണിക്കൂറുണ്ടാവും ശക്തമായിട്ടുള്ള മഴ വന്നിട്ട്. ആ മഴയത്താണ് ഇപ്പൊ ഈ കോലാഹലം. ഇപ്പൊ 2 ദിവസം മുന്നേ തന്നെയല്ലായിരുന്നേ ഈ റോഡ് പണിയുന്ന സമയത്ത് ക്ലിയർ ആയിട്ടുള്ള ഒരു ചാലിന് സംവിധാനം ഉണ്ടാക്കി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാകും. ഈ ചാലിന്റെ അടികൾ കംപ്ലീറ്റും ബ്ലോക്ക് ആയി കിടക്കുക. അതും ടൗണിനകത്തുള്ള അവസ്ഥയാണ് ഇത് പറയണത്, പുറത്തുള്ള അവസ്ഥയല്ല. ഗവൺമെന്റിന്റെ ഭരണ സംവിധാനത്തിന്റെ കണ്ണിന്റെ കീഴിലുള്ള ഇതാണ് കാണുന്നത്. ഇതുപോലെ കോർപ്പറേഷൻ നമ്മുടെ കണ്ണിൽ പ്രത്യേകിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇങ്ങനെ വരില്ലല്ലോ. അതുണ്ടല്ലോ ചോദ്യം. കോർപ്പറേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ രണ്ടാമത് ഇത് ആവർത്തിക്കുമോ? ചെയ്തു എന്ന് പറയുമ്പോൾ എന്താ ചെയ്തിരിക്കുന്നത്? വേണ്ട തരത്തിലുള്ള ഒരു സംവിധാനം ചെയ്തിട്ടില്ലെന്ന് നമുക്ക് തോന്നുന്നുണ്ട്. അവർ ചെയ്തിട്ടുണ്ടാവും, മുഴുവനായിട്ട് തള്ളി പറയുന്നില്ല, ചെയ്തിട്ടുണ്ടാവും. പക്ഷെ വേണ്ട തരത്തിലുള്ള നീക്കുപോക്കുകൾ നടന്നിട്ടില്ല എന്ന് നമുക്ക് തോന്നുന്നില്ല. കഴിഞ്ഞ വർഷത്തിലൊന്നും ഇതുപോലെ അത്രയ്ക്ക് വലിയൊരു ഡേഞ്ചർ ആയിട്ട് ഉണ്ടായിട്ടില്ല. ഏതോ 2-3 വർഷം മുന്നാണ് ഈ പ്രശ്നം കാര്യമായിട്ടുണ്ടായത്. മഴ വന്ന് പൂവും വെള്ളം ഉണ്ടെങ്കിൽ തന്നെ പെയ്താൽ തന്നെ പെട്ടെന്ന് ഇറങ്ങി പോകേണ്ട ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. ഇതിപ്പോ വല്ലാത്ത 2-3 മണിക്കൂർ 2 ദിവസം ഈ മഴ നിന്ന് കഴിഞ്ഞിങ്ങനത്തെ അവസ്ഥ ആലോചിക്കുന്നത്. ഇതിപ്പോ എന്താ പറയാ, മലമ്പ്രദേശങ്ങളോ മറ്റുള്ള പ്രദേശങ്ങളല്ല, ടൗണിന്റെ അകത്തുള്ള ഭാഗമാണ് നമ്മൾ ഈ പറയുന്നത്. ഇപ്പൊ ജോസ് തിയേറ്ററിന്റെ ഭാഗമാണെന്നുണ്ടെങ്കിൽ ശരി, റൗണ്ടിന് ചുറ്റുവട്ടത്താണെങ്കിലും ശരി, എല്ലാ മേഖലയിലും ഈ വർഷം 2 മഴ പെയ്യുമ്പോഴേക്കും വെള്ളം കയറണമെന്നുണ്ടെങ്കിൽ തൃശ്ശൂരിന്റെ അവസ്ഥയാണ് മനസ്സിലാക്കുന്നത്. കാരണം മഴയെ വരുതിയിലാക്കാൻ കഴിയുമെന്ന് ഭരണാധികാരികൾ കരുതുന്നതിന്റെ മൗഢ്യമാണ്, ആ ഫലമാണ് അവിടെ അനുഭവിക്കുന്നത്. ലിഷോയ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ റോഡിനേക്കാൾ ഉയരത്തിലാണ് കാന. ആ കാനകൾ ശുദ്ധീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായും 1-2 മഴ പെയ്യുമ്പോൾ തന്നെ അവിടെ വെള്ളം നിറയും എന്നൊരു ബോധ്യം അവിടുത്തെ തദ്ദേശ സ്ഥാപനങ്ങൾ, അതിൻ്റെ തലപ്പത്തിരിക്കുന്നവർക്ക് തോന്നിയില്ലെങ്കിൽ പിന്നെ എന്താണ്? ഈ മഴയ്ക്ക് ശേഷമാണ് മഴക്കാല
പൂർവ്വ ശുചീകരണം നടത്തേണ്ടത് മഴക്കാല ശുചീകരണം നടത്തേണ്ടത് എന്ന് ധരിച്ചിരിക്കുകയാണോ ഈ അധികാരികളെന്ന് തോന്നിപ്പോവും. ലിഷോയി, എത്രത്തോളം ദുരിതമയമാണ്? കാരണം മഴ ഇപ്പോൾ തോത് കൂടാൻ പോകുന്നു. ഇപ്പോൾ ചെറിയ മഴയ്ക്ക് പോലും വലിയ രീതിയിൽ മേഘവിസ്ഫോടനം പോലെ ആ പ്രദേശമൊട്ടാകെ മഴയുടെ അളവ് കൂടുകയാണ്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ എത്രത്തോളം നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ട് ദുരിതമയമാകാനുള്ള സാഹചര്യങ്ങൾ? തീർച്ചയായും ഇനിയുള്ള ദിവസങ്ങളിലും ശക്തമായ മഴ ഉണ്ടാകുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പ്. ഇപ്പോൾ ജില്ലാ കളക്ടർ ഈ സമയത്ത് തന്നെ അറിയിച്ച ഒരു കാര്യമുണ്ട്. അതായത് അടുത്ത 2 മണിക്കൂർ തൃശ്ശൂരിൽ അതിശക്തമായ മഴ പെയ്യുമെന്നാണ് ജില്ലാ കളക്ടർ അറിയിച്ചിരിക്കുന്നത്. ഈ 2 മണിക്കൂർ മഴയ്ക്ക് ശേഷം മഴയുടെ തോത് കുറയും. പക്ഷേ ഈ 2 മണിക്കൂർ അതിശക്തമായ മഴ തുടരുമെന്ന് തന്നെയാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. അത് ഒരു ജാഗ്രതാ നിർദ്ദേശമായി മുന്നറിയിപ്പായി തന്നെ ആളുകളിലേക്ക് എത്തിക്കാനാണ് കളക്ടർ നിർദ്ദേശിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായി അതായത് ഈ നഗരത്തിന്റെ പല ഭാഗങ്ങളിലും ഇനിയും വെള്ളം ഉയരാനായി സാധ്യത മുന്നറിയിപ്പാണ് ജില്ലാ ഭരണകൂടം നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയും ഈ വെള്ളം കയറിയ ഇടങ്ങളിലും കൂടുതൽ ഇടങ്ങളിലേക്കും വെള്ളം കയറാൻ സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്. ലിഷോയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത 2 മണിക്കൂറിൽ തൃശ്ശൂരിൽ അതിശക്തമായ മഴ പെയ്യുമെന്നാണ് ജില്ലാ കളക്ടറുടെ അറിയിപ്പ്. എല്ലാവരും ജാഗ്രത പാലിക്കണം. 2 മണിക്കൂറിന് ശേഷം മഴ കുറയുമെന്ന മുന്നറിയിപ്പ് കൂടി വരുന്നുണ്ട്. എന്തായാലും ഏറ്റവും പുതിയ അപ്ഡേഷൻ അത് ജില്ലാ ഭരണകൂടത്തിൻ്റെതായി വരികയാണ്. അത് എല്ലാവരും ശ്രമിച്ചുകൊണ്ട് ജാഗ്രതയോടുകൂടി തന്നെ മുന്നോട്ട് പോകണം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കാനകൾ നിറഞ്ഞ് കവിഞ്ഞ് നഗരഹൃദയത്തിലേക്കടക്കം വെള്ളം കയറുന്ന സ്ഥിതിയാണിപ്പോൾ തൃശ്ശൂരിൽ നമുക്ക് കാണാൻ കഴിയുന്നത്.